ഈ സീബ്രീം ഫിഷ് ഞാൻ മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ ഷാർജ പോയിട്ട് ഗ്രില്ല് ചെയ്ത് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഫിഷ്, സീബ്രീം ഫിഷ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഞാൻ വർക്ക് ചെയ്യുന്ന 800 റെസ്റ്റോറൻറ്റിൽ എൻ്റെ ബ്രാഞ്ചിലും അത് അവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും കുറച്ച് സുഹൃത്തുക്കളെ കൂടിയിട്ട് നമുക്കത് ബീച്ചിൽ പോയിട്ട് ആക്കുന്ന ചുടാം, എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ തമ്പനയിൽ കണ്ട പോലെ ബീച്ചിൽ മീൻ ചുടാൻ പോയിട്ട് എന്ത് സംഭവിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റഫ് ഇടയ്ക്കിട്ട് കയറാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ യൂട്യൂബൊക്കെ കണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ എനിക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ ഇങ്ങനത്തെ വീഡിയോകൾ അല്ലാതെ ചില ഒരു ഫുഡിൻ്റെ വ്ളോഗുകൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികളും കൂടിയിട്ട് ആഡ് ചെയ്താൽ കുറച്ചും കൂടിയൊക്കെ ആൾക്കാർ കാണും എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് പണിയത്. എന്നാൽ പിന്നെ ഫുഡ് ചില ഒരുപാട് വെറുതെ നമ്മൾ പോയിട്ട് ഫുഡ് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നമ്മൾ പിന്നെ ഒരു ഫുഡ് ബ്ലോഗറായിട്ട് മാറുമോ എന്നൊരു പേടിയാവും. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ഫിഷ് നമ്മൾ സീബ്രീമിൽ കൊണ്ടുപോയിട്ട് ബീച്ചിൽ പോയിട്ട് ചുടാം എന്നുള്ള ഒരു ഐഡിയയിൽ വന്നത്. അതുപോലെ എന്തെങ്കിലും വെറൈറ്റികൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ തന്നെ വെറൈറ്റി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഫുഡുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു മാസം ഒരു വീഡിയോ അല്ലെങ്കിൽ 1-2 വീഡിയോ അങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാം, എന്താ പറയുക, ഒരു മീൻ ചുടുന്ന ഇത് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സീബ്രീം ചുടാം എന്നുള്ള ഒരു പ്ലാൻ വന്നു. സീബ്രീം ചുടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ആരൊക്കെ ഉള്ളതെന്നൊക്കെ ഷെയർ ചെയ്തിട്ട് എത്ര ആൾക്കാർ ഉണ്ടെന്നൊക്കെ നോക്കി എത്ര ഫിഷൊക്കെ ചെയ്തു. അപ്പോൾ ഉമ്മുൽ ബീച്ച് കുറച്ചും കൂടി ഒരു ശാന്തമായൊരു ബീച്ചാണ്. നമുക്ക് മീൻ ചുടാനോ ഇതുപോലെ ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ദുബായിൽ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്നും എനിക്കറിയില്ല. ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെ നമുക്ക് രാത്രി പോയിട്ട് ഗ്രില്ല് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുഹൃത്തുണ്ട് ഉമ്മുൽ ഗഫൂർ എന്ന് പറഞ്ഞിട്ട്, അവിടെ ഒരു കരാട്ട മാസ്റ്ററൊക്കെ ചെയ്യണം. അപ്പോൾ മൂപ്പരാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉമ്മുൽ രാത്രി വന്നാൽ ഞങ്ങൾ രാത്രി 2 മണിക്കൊക്കെയാണ് ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ 2 മണിക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം അവിടെ പോയിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ വന്നപ്പോൾ അവൻ്റെ ഫാമിലി ഉണ്ട്, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടെ ഫാമിലി ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നീ വിളിക്ക് വരുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ജില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏത് പാതിരാക്കി നമ്മൾ വിളിച്ചാലും കൂടെ വരും, എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അവനെക്കുറിച്ച് നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഫിഷ് മേടിക്കാം. അങ്ങനെ സീബ്രീം വാങ്ങാൻ പറ്റി ബീച്ച് ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ കടപ്പുറം അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഇതിൻ്റെ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മളത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ടൈമും കുറവായിരുന്നു. അപ്പം ഞങ്ങൾ എന്തുവാണ് ഇത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പോയി, എൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ അണ്ണനുണ്ട്. അപ്പോൾ അവനോട് ഞാൻ സംസാരിച്ചു, എനിക്കിങ്ങനെ ഒരു ചുടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ഫ്രഷ് വേണം. അപ്പോൾ പറഞ്ഞു നാളേക്ക് തന്നെ ഞാൻ നിന്നെ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ച് സാധനം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ നല്ല അടിപൊളി സീബ്രീം കുറച്ചെണ്ണം ഒരു 10 മേടിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി അവനോട് കട്ട് ചെയ്ത്, അത് ആ സീബ്രീമിൽ നമ്മൾ ചുടാൻ വേണ്ടി കട്ട് ചെയ്യുന്നത് അതിന് ബട്ടർഫ്ലൈ കട്ടിങ് അല്ലെങ്കിൽ കിതാബ് കട്ടിങ്, പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണം. സാധാരണ നമ്മൾ പൊളിച്ചിട്ട് കട്ട് ചെയ്യുന്ന പോലെ അല്ല അത്. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി. പിന്നെ ഒരു അടിപൊളി മസാല ഇടണം. മസാല ഇടാൻ പിന്നെ നമുക്ക് പ്രശ്നമില്ല, അങ്ങനെ 800 റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളെ അടിപൊളി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദുമാരുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന രാജീവ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രില്ലിൻ്റെ ഉസ്താദ്, ആൾ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ളതാണ്, നല്ല അടിപൊളി മസാല കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പരോട് വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു, അങ്ങനെ സംഭവമുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് മസാല ഇട്ടായിരുന്നു അടിപൊളിയായിട്ട് പറഞ്ഞു. മൂപ്പരുള്ള അടിപൊളിയായിട്ട് നല്ല പൊളപ്പൻ മസാല എന്ന് തന്നെ പറയാം, നല്ല അടിപൊളി പെപ്പർ മസാല ഇട്ട് തന്ന് അങ്ങനെ അതെല്ലാം സെറ്റാക്കി. അപ്പോൾ ഒരു ഉച്ച ടൈമിലൊക്കെ സെറ്റാക്കി വെച്ചാൽ രാത്രിയല്ലേ പോകുന്നത്, അപ്പോൾ നമുക്ക് മസാല നന്നായിട്ട് പിടിക്കുക സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പിടിച്ച് സെറ്റാക്കി
അത് ചില്ലറിൽ കയറ്റി വെക്കും, അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുള്ള അനുബന്ധ സാധനങ്ങൾ സാമഗ്രികൾ എല്ലാതും ഞങ്ങൾ ഒരുക്കി ചുടാൻ വേണ്ടിയ ഗ്രില്ല് സാധനങ്ങളൊക്കെ. അപ്പോൾ ഗഫൂറിൻ്റെ അടുത്ത് അവൻ്റെ സുഹൃത്തുണ്ടല്ലോ ഉമ്മൽ ക്യാമ്പിൽ, അവൻ്റെ അടുത്ത് അത് ചുടാനുള്ള ഗ്രില്ല് വെക്കാനുള്ള സാധനം കരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളും കുറച്ച് കൊണ്ടുപോയി. ഞങ്ങളെ ഉള്ള അത് ചുടാനുള്ള ഗ്രില്ലിൻ്റെ ജാലി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൽ അതും കൊണ്ടുപോയി. അങ്ങനെ ഫുൾ സെറ്റപ്പ്. പിന്നെ കഴിക്കാൻ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കുബൂസ്, കുറച്ച് ഹമ്മൂസ് കാര്യങ്ങൾ അതെല്ലാം കൊണ്ടുപോയി. അങ്ങനെ രാത്രി 2 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തു. ഞങ്ങൾ ആ ടീമായിട്ട് അങ്ങോട്ട് ഉമ്മൽ ക്യാമ്പിൽ പുറപ്പെട്ടു. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range. Cause I grind through the climb, I invite pain. You'll never hear me, bitch, nah. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാതിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന അടുത്തുള്ളൊരു പാർക്കിലാണ്. ഒരു പാർക്ക് ചെറിയ വലിയൊരു സ്ഥലമുണ്ട് ഈ താമസിക്കുന്ന ഞാൻ സ്ഥലം ലിവാൻ എന്നുള്ള സ്ഥലമാണ്. ലിവാനിൽ മസായ എന്നുണ്ട് കുറേ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഒരു വലിയൊരു മിലിറ്ററി ക്യാമ്പ് ഉണ്ട് അതിനോട് ചേർന്നിട്ടും. അങ്ങനെ കുറേ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലം ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാൻ ഒരു ടൈമിൽ ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയ ഞങ്ങൾക്ക് ശരിക്കും പരിചയപ്പെടുത്തി തരാം, ഇവിടെ എന്തൊക്കെയുള്ള എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇവിടുത്തെ പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ വരാനൊക്കെ പറ്റുമല്ലോ, താമസിക്കാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ ഉമ്മൽ ക്യാമ്പിലേക്ക് യാത്ര ചെയ്തു. ഉമ്മൽ ക്യാമ്പിൽ യാത്ര, ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ രസമായിരുന്നു. ഞങ്ങൾ നല്ല ജില്ലായിട്ടുള്ള യാത്ര, അതായത് പാട്ടൊക്കെ പാടിയിട്ട് അന്താക്ഷരിയൊക്കെ കളിക്കില്ല നമ്മൾ, അങ്ങനെ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് നല്ല രസമായിട്ട് ഒരു അതിൽ ഏറ്റവും ചില ഒരു 20-22 വയസ്സിലുള്ള ആൾ മുതൽ 40 വയസ്സിൻ്റെ മേലെ 45 50 വയസ്സിൻ്റെ ഒക്കെ അടുത്തുള്ള ആൾക്കാർ വരെ ഉള്ള ഒരു ടീമാണത്. എല്ലാ പ്രായക്കാരുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവാസികളാകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിന് പ്രായം എന്നൊരു വിഷയം ഉണ്ടാവില്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള ആൾക്കാരാകുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് പാട്ട് പാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പോയി. മണിയറയിൽ മധുനുകരാൻ വണ്ടായി ചമന്നുമാരൻ, മനതാരിൽ മധുരത്തേൻ ബഹറായി നിറഞ്ഞുമാരൻ. മണിയറയിൽ മധുനുകരാൻ വണ്ടായി ചമന്നുമാരൻ, മനതാരിൽ മധുരത്തേൻ ബഹറായി നിറഞ്ഞുമാരൻ. വാർമുടിയിൽ മാരൻ തൊട്ടുണർത്തും ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ കല്ലായി കടവത്തോ. ഒട്ടകങ്ങൾ വരി വരി വരിയായി പാട് പാട് അഗാധമായി ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. അക്കൗണ്ടിങ് സ്റ്റാർട്ടഡ് 1 അഗാധമായി ചിന്തിക്കാനുള്ള 1 എനിക്കൊരു വെച്ചിട്ടല്ലേ പാട് പഞ്ചാന്ന് പെണ്ണെ നിലുത്തണ്ണ ഞാനല്ല അതെങ്ങനെ പെണ്ണെ നിലുത്തണ്ണ അല്ല വെളുപ്പീന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലക്ക് കാതുകുത്ത്, എന്റെ കസ്തൂരി മുല്ലക്ക് കാതുകുത്ത്.
ഇന്നലകൾ നാളെയും പോയി മാറിയും പല്ലവിയാണോ? നീരും വേദനയും പുഞ്ചിരിയായി വിരിയും വായായിക്കോട്ടെ. മായ മാടത്തക്കളി നാടത്തെന്ത് വിശേഷം നാടത്തെന്ത് വിശേഷം ആവി ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ദുബായ് അലൈൻ റോഡാണ്. ദുബായ് അലൈൻ റോഡിനോട് ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ ലിവാൻ എന്നുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ സ്ഥലം ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതിൻ്റെ പുറകിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം ഓപ്പോസിറ്റ് ദുബായിൽ അലൈൻ റോഡാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ലുലു ഇപ്പോൾ സിലിക്കോൺ ഒയാസിസിലെ, അതായത് UAE തന്നെ ഏറ്റവും വലിയ ലുലു ഉള്ളതും ഈ സിലിക്കോണിലാണ്, അതിന് ഓപ്പോസിറ്റാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് അങ്ങനെ ഏകദേശം ടൈമായി ഉമ്മൽക്കോമിലെത്താറായപ്പോൾ എൻ്റെ സുഹൃത്തിനെ വിളിക്കുകയാണ് ഞാൻ. അവൻ നല്ല ഉറക്കത്തിലാണ് വിളിക്കുന്നത്, കുറച്ച് ടൈം ആയിക്കണം. അങ്ങനെ അവനെ കോൾ ചെയ്തു ഞാൻ. ഹലോ, ഉറങ്ങിയാ? എന്ത് എന്ത് ഭാഷ നന്നായിട്ട് ഉപയോഗിക്കൂട്ട, നല്ല ഭാഷ ഉപയോഗിക്കൂ. അതെ, ബീച്ചിലേക്കാണ് വരണട്ടാ. എന്ത് അമൃതം ബീച്ചിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ ആടിയാടിവാ മലർന്നേ. അങ്ങനെ കോള് സെൻസറി ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ വല്ലാണ്ട് തെറിയൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളൊരു ഇരിപ്പാഷം വെച്ചിട്ട് ചിലപ്പോൾ വിളിച്ചാൽ നല്ല, പിന്നെ അതിൽ നല്ല ഉറക്കത്തിലല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഫാമിലി ഉണ്ട്, അവൻ്റെ മക്കളും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ ഉമ്മൽക്കോമിലെത്തി. ഉമ്മൽക്കോമിൽ അവനെ വിളിച്ച് അവൻ പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് മറ്റേ അവിടെ ഉള്ള ഒരു ലുലു ഒരു ലുലു ഉള്ള ഒരു സ്ഥലമുണ്ട് ഉമ്മൽക്കോമിൽ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അവൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നു. ഞങ്ങളിപ്പോൾ ഉമ്മൽക്കോമിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിനെ വെയിറ്റ് ചെയ്യണം അവിടെ. ഇനി ഇവിടെ ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയിട്ടാണ് നമ്മളെ ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന പരിപാടികളൊക്കെ. അപ്പോൾ അവന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടവനും അവൻ്റെ ഫാമിലി ഉണ്ട്. ഞങ്ങളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഒരു റോഡ് സൈഡ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവൻ വന്നിട്ട് പിന്നെ ബീച്ചിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ, അപ്പോൾ ഇനി ബീച്ചിൽ പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ എൻ്റെ സുഹൃത്തിനെ അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. പക്ഷേ ആ നിന്നതിലാണ് ഫുള്ള് ടിസ്റ്റ്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. ആ സുഹൃത്ത് അവിടുന്ന് വണ്ടി പുറപ്പെട്ട് അവിടുന്ന് വരുമ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ എടാ ഒരു വിഷയമുണ്ട്. എന്താ സംഭവിച്ചാൽ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ UAE പ്രസിഡൻറ്റ് ഷെയ്ഖ് അൽ നഹ്യാൻ മരണപ്പെട്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളൊക്കെ കുറേ ദിവസങ്ങൾക്ക് പാടില്ല എന്നുണ്ടായിരുന്നു. ഈ ഗ്രില്ല് ചൂടലൊക്കെ ആഘോഷ പരിപാടിയിലാണോ എന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഈ ഉമ്മൽക്കോമിൽ സാധാരണ മീൻ ചുട്ടിരുന്ന മീനിൽ ഇങ്ങനെ ബാർബിക്യൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ആ വഴിക്കാണ് വരുന്നത്, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അതോടെ എല്ലാ മൂഡും പോയി. പിന്നെ വീഡിയോ എടുക്കാനുള്ള എല്ലാ മൂഡും പോയി, ആകെ പോയി. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ആയപ്പോൾ അവൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു സ്ഥലമുണ്ട്, പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവൻ്റെ വണ്ടി ഫോളോ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി. പിന്നെയുള്ള ഒരു മൊമെൻറ്റ്സുകളൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊക്കെ പോയി. എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റി. ഞാൻ കുറേ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ മാറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ ഒരു ബീച്ചിൻ്റെ കുറേ ഒരു ഒരു ഭാഗത്ത് ഞങ്ങൾ സെറ്റാക്കി. ഞങ്ങളിപ്പോൾ ഉമ്മൽക്കോമിൽ ബീച്ചിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലമൊക്കെ നോക്കിയിട്ട് ഇവിടെ ചൂടുള്ള പരിപാടികളാണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ
സുഹൃത്തും വന്നിട്ടുണ്ട്, പരിചയപ്പെടുത്താം. ഓക്കെ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ലൈറ്റ് കുറവാണ്. ഞങ്ങൾ ലൈറ്റൊക്കെ ഒരു മറ്റേ മൊബൈൽ ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മറ്റേ ഈ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ സാധനം കത്തണ്ടേ, ചാർക്കോൾ കത്തുന്നില്ല. ഞങ്ങൾ കുറേ വീശിക്കൊണ്ടിരിക്കുക, എന്നെ ഊതുക, കൂടുതലുള്ള ഷാക്കീറും ഷെമീറൊക്കെ മാറി മാറി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അത് കുറേ അടുപ്പിൽ ഊതുന്ന പോലെ ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രക്ഷയില്ല, കുറേ സമയം ഞങ്ങളിങ്ങനെ വീശിക്കൊണ്ടിരുന്നു, ഇത് കത്തി പിടിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഒരു ടീം വന്നു, ഒരു പാകിസ്ഥാനി ഫാമിലിയാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. അപ്പോൾ അവർ ചുടുന്നുണ്ടല്ലോ, അപ്പോൾ ഓക്കെയാണ് ഇവിടെ എന്നുള്ള മനസ്സിലായി. അങ്ങനെ അവർ ഇതിൽ ഒഴിക്കുന്നൊരു മണ്ണെണ്ണ എന്നൊരു സംഭവം ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് പെട്ടെന്ന് കത്തി പിടിച്ചോളൂ എന്നുള്ളതിൽ ഞങ്ങളൊരു കർപ്പൂരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, 3-4 പീസ് കർപ്പൂരം ഉണ്ടായിരുന്നു. ഈ മിലിറ്ററിയുടെ ഇത് കിട്ടിയതാണ്, ഈ മിലിറ്ററിക്കാർ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. അവരെ ഇതുപോലെ ഈ മറ്റേ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഗ്രില്ല് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന സാധനമാണത്. അപ്പോൾ അത് മതി എന്നുള്ളതിലാണ് ഈ മണ്ണെണ്ണ കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ അവിടെ പോയി അവരോട് ആ സാധനം വാങ്ങാം എന്നുള്ളതിൽ അവരിൽ നിന്ന് ആ സാധനം വാങ്ങി കത്തിക്കുന്നു. അങ്ങനെ ഏകദേശം സാധനം വാങ്ങി കത്തിച്ചു. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. അങ്ങനെ ബാർബിക്കൊക്കെ ഈ കരിയൊക്കെ കത്തിച്ചിട്ട് ഒന്ന് കത്തിപ്പിടിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഡിസ്റ്റ് ഒരു മുനിസിപ്പാലിറ്റിയുടെ വണ്ടി അവിടെ വന്നു. വണ്ടി കണ്ടേക്ക് തന്നെ ഞാൻ ക്യാമറ എടുത്തിട്ട് പുള്ളിക്ക് മാറ്റി. അത് ഒരു ശരിക്കും തന്നെ ബ്ലോഗർ അപ്പോൾ ക്യാമറ തുറന്ന് വെച്ചിരിക്കണം, പക്ഷേ മുനിസിപ്പാലിറ്റിയാണ്. ഇനി വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ അവിടെ ക്യാമറ കണ്ടിട്ട് മൊത്തത്തിൽ പ്രശ്നമില്ല, അവർ വന്ന് നോക്കി. അപ്പോൾ ഞാൻ വല്ല ക്യാമറ മാറ്റി. എന്താ സംഭവം എന്നല്ല, എൻ്റെ സുഹൃത്തിനെ വിളിച്ച് മുനിസിപ്പാലിറ്റി ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് 1000 ദിർഹംസ് ഫൈൻ വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തിട്ട് വേഗം എടുത്ത് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ അപ്പുറത്തുള്ള ആൾക്കാരെ എന്ത് പണിയത്, അവരൊക്കെ ഏകദേശം ചുട്ട് തിന്നല്ലേ കഴിച്ചിട്ട്, ഞങ്ങളപ്പോഴും കത്തി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇനിയൊന്നും നോക്കണ്ട, ഇനിയിപ്പോൾ അവിടെ ഒരു പരീക്ഷണത്തിൽ ഉണ്ട്. കാരണം അവനൊന്ന് റൗണ്ട് ചെയ്ത് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫൈൻ എഴുതി തരും, ഇതൊരു വാണിങ്ങാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഗഫൂർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു കരാട്ടക്കാരനാണ്. അവൻ ഒമിലി കരാട്ട മാസ്റ്ററാണ് അവിടെ. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരായിട്ട് മിലിറ്ററിയും പോലീസുകാരൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവനിക്ക് അവരായിട്ട് സംസാരിച്ച് നിന്ന് അങ്ങനെ ഒപ്പിച്ച് നിന്നതാണ്. അപ്പോൾ പിന്നെ ഫൈനൊന്നും കിട്ടിയില്ല. പക്ഷേ ഇനി പോയി കണ്ടാൽ ഫൈൻ എടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും എടുത്തോ, തൽക്കാലം ഒരു ഐഡിയ നമുക്ക്. ആ മീനൊക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് പൊരിച്ച് തിന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഏകദേശം നേരെ ഇങ്ങനെ വെളുത്ത് വരുന്ന സമയമായിരിക്കണം കേട്ടോ. അങ്ങനെ ഒന്നും നോക്കിയില്ല, അതെല്ലാം എടുത്ത് അണച്ച് അതെല്ലാം എടുത്ത് പാക്ക്
അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ വൈഫ് ഒക്കെ താവ ഇതുണ്ടല്ലോ ഫ്രൈ ഫാം പോലെ അതിൽ വെച്ചിട്ട് പൊരിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏതായാലും വന്നതല്ലേ അത് കഴിക്കാണ്ട് പോകണം. ഞങ്ങൾ പറഞ്ഞത് വേണ്ട, ഇനി വിട്ടേക്ക്, നിങ്ങൾ വെച്ചോടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ പൊരിച്ചെന്നോളൂ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പോകാമെന്നാണ്. അപ്പോൾ അവർ അത് ശരിയില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഗഫൂർ പറഞ്ഞ് അവന് നീ ഇതുവരെ വന്നതല്ലേ, നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിച്ചിട്ട് പോയാൽ മതി തന്നെ. അങ്ങനെ അവൻ്റെ വൈഫ് അത് ഫ്രൈ ആക്കി തന്നു. ഞങ്ങളൊക്കെ കൂടി അവിടെ ഇരുന്ന് അത് കഴിച്ചു. ഗഫൂർ എൻ്റെ സുഹൃത്തിനെ ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനക്ക് ഒന്നാമത് അവനെ ഉറക്കത്തിനീറ്റ് പോകുമ്പോൾ പറഞ്ഞ് അവനക്ക് നിൽക്കാനുള്ളൊരു മൂഡിലല്ല അവന്. പിന്നെ വന്നേ മുതൽ നമ്മൾ ഈ ഒരു ട്വിസ്റ്റായാലോ, ഈ ചുടാൻ പറ്റില്ല എന്നുള്ള മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഇപ്പോൾ. അങ്ങനെ ഇനി അവനൊരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അവൻ്റെ നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു കരാട്ടക്കാരനാണ് അവന്, അവനെ കുറേ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അവനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് വീഡിയോയിൽ. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. ഹാപ്പി ആക്കിയിട്ടാണ് വിട്ടത്. അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു പോന്നു. എന്തായാലും മീൻ ചുടാൻ പോയിട്ട് സീബ്രീം ഫിഷ് ചുട്ട് തിന്നാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് പോയിട്ട് അവസാനം ഞങ്ങൾ അത് പൊരിച്ച് തിന്നു വന്നു. പക്ഷേ അത് വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അതങ്ങനെ വിട്ടു പോയതാണ്. പക്ഷേ എൻ്റെ കൂടുതലൊക്കെ പറഞ്ഞു അതാ ഉള്ളത് വെച്ചിട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് നീ ഷെയർ ചെയ്യും, നീ വ്ളോഗറല്ലേ, നീ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ഇതൊക്കെ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ എൻ്റെ യൂട്യൂബിൽ യാത്രകളും മറ്റു കാര്യങ്ങളും കൂടാതെ ഇതുപോലുള്ള ഫുഡിൻ്റെ കാര്യങ്ങളും കൂടി വരും. നല്ല വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായ ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട്. ഒരു മാസത്തിൽ ഒരിക്കലായാലും മതി, ഒരു വ്ളോഗായാലും മതി. എല്ലാ ആഴ്ചയിലും ഒന്നാണ് ഞാൻ ചെയ്യുന്നുള്ളൂ, എൻ്റെ സമയപരിധി കൊണ്ടാണ്. പിന്നെ ഞാൻ സമയമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അങ്ങനെ ഒരു ടൈമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ കണ്ടു. അതിനുശേഷം ബറാറിയുടെ വീഡിയോ ഇട്ടപ്പോൾ അധികം ആൾക്കാർ കണ്ടില്ല. അപ്പോൾ അതിലൊന്നും ദിവസത്തിനോ കാര്യത്തിനൊന്നും വലിയ കാര്യമില്ല. നല്ല കണ്ടൻ്റ് ആണെങ്കിൽ ആൾക്കാർ കാണുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ആൾക്കാർ, അതായത് എന്തെങ്കിലും കഴിവുള്ള ആൾക്കാർ, ആരും അധികം ആരും അറിയപ്പെടാതെ പോയ ആൾക്കാർ, ചിലപ്പോൾ പാടാനോ മറ്റെന്തെങ്കിലും കഴിവുണ്ടാവും, പക്ഷെ ആരും അറിയില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതിൽ. പിന്നെ മറ്റെന്തെങ്കിലും കഴിവുകളുള്ള ആൾക്കാർ, ചെറിയ കഴിവുള്ള ആൾക്കാരെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ കുറച്ച് വലിയ കഴിവൊക്കെ ഉണ്ടോ പക്ഷേ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ ചില സ്ഥലങ്ങളൊക്കെ വന്നു പോയിട്ടുള്ള ആൾക്കാരും ചാനലിലും കാര്യങ്ങളൊക്കെ അവരും നമ്മൾ ആ ചാനലിൽ പരിചയപ്പെടുത്തുക. പിന്നെ ഇവിടെ പ്രവാസികളായ ആൾക്കാർ ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്യുന്ന, ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഗ്രോസറിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് വർഷമായിട്ട് ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിൽ ഇവിടെ വന്നിട്ട് തകർന്നു പോയ ആൾക്കാർ, ഒരിക്കൽ വന്ന് വിജയിച്ച് പിന്നെ ഒന്നുമില്ലാതെ ആയിപ്പോയ ആൾക്കാർ, പിന്നെ ഒന്നുമില്ലാതെ വന്നവർ പെട്ടെന്ന് വളർന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ പരിചയപ്പെടുത്താൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ആൾക്കാരും പരിചയപ്പെടുത്തുക, ഭക്ഷണം ഈ വെറൈറ്റി ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക, അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടികളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തുള്ളത്. പിന്നെ നല്ല വീഡിയോകൾ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് നല്ല തോന്നുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുക. അതിന് പ്രത്യേക സമയം ഡയറ്റ് ദിവസമൊന്നുമില്ല. വീഡിയോ വിടുന്നതിന് മുമ്പ് ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു വീഡിയോ ചെറുതായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലിടും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വിടുന്നത്. ഓക്കെ, ബൈ.